സ്ത്രീകൾക്കാണ് കൂടുതൽ ക്ഷീണം, പുരുഷന്മാർക്ക് ക്ഷീണം കുറവാണ് എന്നൊരു ധാരണ നിലവിലുണ്ട്. ഡോക്ടറുടെ അനുഭവത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കൃത്യമായിട്ട് അങ്ങനെ കാണാറുണ്ടോ? ഇനി അഥവാ കണ്ടാൽ തന്നെ അതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ ഒ പിയിലാണെങ്കിലും മെഡിക്കൽ ഒ പിയിൽ വരുന്നവരിൽ ക്ഷീണം എന്ന് പറഞ്ഞ് വരുന്നവരിൽ കൂടുതൽ പേരും സ്ത്രീകൾ തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. മെയിനായിട്ടുള്ള കാര്യം ഇവർക്ക് കുറേ കൂടി ഹോർമോണൽ ചേഞ്ചസ് സ്ത്രീകളിലാണ് നമ്മൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുക. ഈ മെൻസസ് സൈക്കിളിൻ്റെ ഭാഗമായിട്ടും ഈസ്ട്രജൻ പ്രൊജസ്റ്ററോണിൻ്റെ വേരിയേഷനും അതെല്ലാം ഉണ്ട്. പിന്നെ സ്ത്രീകളിലാണ് കൂടുതലും ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ കൂടുതൽ വരിക. അതിൽ തൈറോയ്ഡ് അസുഖങ്ങളും മറ്റു റൊമറ്റോളജിക്കൽ അസുഖങ്ങളെല്ലാം തന്നെ ഇവയൊക്കെ ക്ഷീണം തളർച്ച ഉണ്ടാക്കുന്ന. പിന്നെ ഇന്നത്തെ കാലത്ത് സ്ത്രീകളുടെ ഡബിൾ ഡ്യൂട്ടിയാണ്, അല്ല ഡബിൾ എൻജിൻ വർക്ക് പോലെയാണ് അവർ ചെയ്യുന്നത്. പകൽ അവരുടെ കരിയറിൻ്റെ ബന്ധപ്പെട്ടുള്ള വർക്ക് കഴിഞ്ഞാൽ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു റെസ്റ്റ് ഇല്ല. നേരെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള പാച്ചിലും ഉറക്കത്തിൻ്റെ കുറവും, അപ്പോൾ എല്ലാ പണികളും കൂടെ കഴിഞ്ഞിട്ട് ഉറങ്ങാനുള്ള കുറവ് വരും. അത് കൂടുതലും അത് നമ്മൾ എന്തുമാത്രം റെസ്റ്റ് എടുക്കുന്നു എന്നുള്ളതും കൂടെ നോക്കിയിട്ട് വേണം അതൊന്ന് ചിന്തിക്കാനായിട്ട്. അനീമിയ അഥവാ വിളർച്ച അത് കൂടുതലും സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. ഇന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ അനീമിയയിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാനുള്ള മാർഗങ്ങളുണ്ടോ? ഈ വിളർച്ചയ്ക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ചികിത്സകളോ കാര്യങ്ങളോ എന്തെങ്കിലും? അതെ, നമ്മൾ അനീമിയ നമ്മുടെ നാട്ടിൽ കൂടുതലും ഉണ്ടാകുന്നത് ഡോക്ടർ പറഞ്ഞ പോലെ അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്നുള്ളതാണ്. പിന്നെ മറ്റു ന്യൂട്രീഷണൽ അനീമിയ. ഇതിൽ ഒന്നാമത്തെ കാര്യം അയൺ ഡെഫിഷ്യൻസി അനീമിയാണ് ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു വലിയ കാര്യം. അത് നമുക്ക് സ്ത്രീകളിൽ പ്രത്യേകിച്ച് കൂടുതൽ കാണുന്നുണ്ട്. അവരുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ അല്ലെങ്കിൽ ബ്ലഡ് ലോസ് കൂടുതലുള്ള സമയം അങ്ങനെയുള്ള സ്ത്രീകൾക്കാണെങ്കിൽ അതുകൊണ്ട് തന്നെ അനീമിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതൽ ഈ കൂടുതൽ ദൈർഘ്യം കൂടിയ പീരിയഡ്സ് ആണ്, മെൻസ്ട്രൽ ബ്ലഡ് ലോസ് കൂടുതലുണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിനൊരു പരിഹാരം നേടുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. രണ്ടാമത് നമുക്ക് അത് ഒരുവിധം കൺട്രോളാണെങ്കിൽ പിന്നെ അനീമിയ അയണിൻ്റെ കുറവ് കൊണ്ടാണെങ്കിൽ അയൺ സപ്ലിമെൻറ്റേഷൻ എടുക്കുന്നതാണ് ഒന്നാമത്തെ ഉചിതമായ കാര്യം. ഭക്ഷണത്തിലേക്ക് ആക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ ചെറുപ്പമല്ല നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയാണ്. പച്ചിലക്കറികൾ, ഗ്രീൻ വെജിറ്റബിൾസ് ഇതെല്ലാം കൂടുതൽ കഴിക്കുന്നത്. അയൺ കൂടുതൽ മുരിങ്ങയില കറിയൊക്കെ വെക്കുക, അത് കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ് അയൺ കൂടുതൽ കിട്ടാനായിട്ടുള്ളത്. പിന്നീട് ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ ചിലതരം ഫുഡ് ഫാറ്റ്സ് ഉണ്ടാവാം, അതായത് വീഗൻ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ നോൺ വെജ് ഫുഡ് കഴിക്കുന്നില്ല, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൂടുതലായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് അങ്ങനെയുള്ളവരാണെങ്കിൽ അത് വൈറ്റമിൻ B12 നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ട് അത് കുറവാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ B12 ഇഞ്ചക്ഷനായിട്ടോ എന്തെങ്കിലും സപ്ലിമെൻ്ററി ആയിട്ട് എടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക, ഇലക്കറികൾ കൂടുതൽ കഴിക്കുക, നോൺ വെജ് ആണെങ്കിൽ ഈ ലിവർ അല്ലെങ്കിൽ അയൺ B12 അയണും കൂടുതലുള്ള ഫുഡ് കഴിക്കാൻ നോക്കുന്നതാണ് ഇതിനൊരു പരിഹാരം.